സുസ്മേരെ ഈ പട്ടി ഓടിച്ച കാര്യം പറഞ്ഞില്ല. പട്ടി എങ്ങനെയാ ഓടിക്കാനുള്ള കാരണം? അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു. ഞങ്ങളുടെ വെള്ളിയാഴ്ച ആയിരുന്നല്ലോ. വെള്ളിയാഴ്ചയാണോ ശനിയാഴ്ച? നമ്മൾ എന്തിനും ഒരു കാര്യം വേണമല്ലോ. ഞാൻ ഒരു റിലേറ്റീവിന്റെ വീട്ടിൽ പോയതാണ്. അപ്പൊ ചെറുതിലെ പട്ടിയാണോ അത്? ആ വീട്ടിലെ പട്ടി. കണ്ടു പരിചയമുണ്ടായിട്ട് ഓടിച്ചു. അതല്ല, എന്തോ കാര്യമുണ്ട്. ആ പട്ടി വന്ന സമയത്ത് ഒരു ഭാഗത്ത് നിന്നാ മതിയായിരുന്നു. അന്നത്തെ ദിവസം കെട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എന്തൊരു പട്ടിയുടെ ഇത്? അപ്പൊ ഞാൻ ഓടിയിട്ട് ഒരു കുളത്തിന്റെ ആ ഭാഗത്തേക്ക് എത്തിയപ്പോ ഒരു ചേട്ടൻ അവിടെ കുളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ചേട്ടൻ കുളിക്കാൻ വന്നു. ഞാൻ നോക്കിട്ടല്ല, എന്റെ ഗുരുവായൂരപ്പന്റെ കൂടെ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് മാത്രം ഞാൻ രക്ഷപ്പെട്ടത്. ഞാൻ അങ്ങ് കേറി ഇരുന്നു. എന്ത് പൊക്കത്ത് കയറിയിരുന്നത് കുട്ടിയില്ലേ, അയാളുടെ ഗുരുവായൂരപ്പൻ രക്ഷിച്ചു. ആദ്യമായിട്ടായിരിക്കും ഒരു പട്ടി ഓടിച്ച ഒരാളെ മേത്ത് കയറിയിരുന്നത്. പുള്ളിക്കാരും പേടിച്ചു പോയി കാണുമല്ലോ. പേടിച്ചിട്ടുണ്ടാവും എന്താ സംഭവം മനസ്സിലായിണ്ടാവില്ല. പുള്ളിക്ക് അല്ല, തനിക്ക് ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം, പുള്ളിക്കാരുടെ അനുഗ്രഹമാണ് എന്തോ. പിന്നെ ഒരു നാട്ടിലെ പവറട്ടിയിലുള്ള ഒരു ആട് സ്ഥിരമായിട്ട് ഓടിക്കുമായിരുന്നല്ലോ. ഇത് മൃഗങ്ങൾ മൊത്തം ഇത് തന്നെ. മാമന്റെ വീട്ടിന്റെ ആ ഭാഗത്താണ്. അഞ്ഞൂര് അല്ല, അവിടെ വളർത്തുന്നതാണ്. പണ്ടേ പരിചയമുള്ള പരിചയമുള്ള ഞാൻ കണ്ടിട്ടുണ്ട് ആടിനെ അവിടെ കെട്ടുന്നത്. അപ്പൊ കൊറേ ആടിന്റെ കൂട്ടങ്ങള്, ചെറിയ ആടുകളാണ്. അപ്പൊ നമ്മള് അതേ കൂടെ ഇങ്ങനെ പോകുമ്പോ, ആ വഴി കൂടെ പോകുമ്പോ ഈ ആട് എന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നാലെ ഓടി ഒരു സ്ഥലത്തെത്തിയപ്പോ ആട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ അത് മറന്നു തോന്നുന്നു. ആട് എപ്പ എന്നെ കണ്ടാലും ഓടിത്തു. ഇതെന്ത് കേസ് ഇത്? എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ ഒരു കാര്യം, പകുതി സ്ഥലത്തെത്തുമ്പോ അതിന് മറവിയുണ്ട് തോന്നുന്നു ആടുകൾക്ക്. അത് മാനസിക പ്രശ്നമല്ലുള്ള ആടാണോ? അതെനിക്കറിയില്ല. ചിലപ്പോ. സുസ്മിത പഠിച്ചൊക്കെ എവിടെയാ? ഞാൻ പാവർട്ടിയിൽ തന്നെയായിരുന്നു, ഗുരുവായൂര്. അവിടെ തന്നെ ചുറ്റുവട്ടം തന്നെ. അത് ഞാൻ പറഞ്ഞില്ലേ, ഒരു ഷോർട്ട് ഫിലിം, പിന്നെ വീഡിയോ എന്തോ ഇറങ്ങിയായിരുന്നു. ഷോർട്ട് ഫിലിം അല്ല, ആദ്യം ഒരു ആൽബം ചെയ്തത്. അതിനു മുമ്പ് ഒരു ഫോട്ടോഷൂട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. ഇഷ്ടമായിരുന്നു ഇത്? ഇഷ്ടമായിരുന്നു. MBA കഴിഞ്ഞതിന് ശേഷം അപ്പൊ MBA കഴിഞ്ഞ ശേഷം ഇനി എന്ത് ചെയ്യുന്നു ആലോചിച്ചിരിക്കുന്ന സമയത്താണ് അതെ ഒരു ഫോട്ടോഷൂട്ട് ആദ്യം ചെയ്തു. അപ്പൊ ആ ഒരു ഫോട്ടോ കണ്ടിട്ട് എന്നെ ഒരു ആൽബത്തേക്ക് വിളിച്ചു. പിന്നെ ഒരു ഷോർട്ട് ഫിലിം ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഈ നീ ഞാനും, ഭൂമി ചിത്രയുടെ നീ ഞാനും, അല്ല സി കേരളത്തില് നീ ഞാൻ സീരിയലില് ഓഡിഷന് ഫസ്റ്റ് സീരിയൽ ഓഡിഷന് വിളിച്ചപ്പോ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കൊണ്ട് എന്നെ സെലക്ട് ആക്കി. എല്ലാം ഗുരുവായൂരപ്പനാണ്. ഇനിയിപ്പോ ഒരു ഏതെങ്കിലും സീരിയൽ അഭിനയിച്ച് കുളമാക്കിയാലും ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കൊണ്ട് ഞാനത് കുളമാക്കി എന്നായിരിക്കും പറയാൻ പോകുന്നല്ലേ. അപ്പൊ ഇപ്പൊ സുഗമദേവിയിൽ സ്വസ്ഥമായിട്ട് പോകുന്നുണ്ടല്ലോ. സ്വസ്ഥമായിട്ട് പോകുന്നു. ഓക്കെ. അപ്പൊ കുട്ടേട്ടൻ എന്തോ ചോദിക്കുന്നു. കുട്ടേട്ടന് ആ പവറട്ടിലെ ആടിന്റെ കാര്യം പ്രശ്നമായി തോന്നുന്നു. പറയൂ കുട്ടേട്ടാ. വൈഷ്ണവി, സുസ്മിത, നിങ്ങൾക്ക് രണ്ടുപേർക്കും നമസ്കാരം. എനിക്ക് സുസ്മിതയോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. താങ്കളുടെ ജാതകത്തിനെ കുറിച്ച് കുട്ടേട്ടൻ അന്വേഷിച്ചിരുന്നു. ആയില്യം നാളിലാണ് സുസ്മിത ജനിച്ചത്. താങ്കൾ വിവാഹം കഴിക്കില്ല എന്നും താങ്കൾ വക്കീലാകും എന്നും ജാതകത്തിൽ എഴുതിയിരുന്നു. ശരിയല്ലേ? രണ്ടും ശരിയാണോ? വക്കീലാവേണ്ട കേസ് ഏതൊരു പണിക്കർ എഴുതിയത്. പക്ഷെ കല്യാണം കഴിക്കില്ല എന്നുള്ളത് ഈ പണിക്കർ എഴുതിയതാ. ഞാൻ പണി കൊടുത്തു. അല്ല, ഞാൻ മനസ്സിലായി. തീരുമാനിച്ചു. അയിലും കൊണ്ട് അയൽവാസിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവൂ? ഇതുവരെ കുഴപ്പമൊന്നുമില്ല. നോക്കാം, അവരൊന്ന് അന്വേഷിക്കണം. അതൊക്കെയാണ് ഈ ആടകം. അപ്പൊ ഇതിപ്പോ ഏറ്റവും നല്ല അഭിനയം നടത്താൻ പറ്റുന്ന സ്ഥലമല്ലേ കോർട്ട് റൂമിനേക്കാളും സീരിയല് അല്ലേ? അഭിനയിച്ചിട്ട് ആർക്കില്ലേ? ഓക്കെ. അപ്പൊ ഈ പരമ്പരയെ വന്നതിന് ശേഷമേ സുസ്മിതയ്ക്ക് വേറെ എന്തെങ്കിലും നാട്ടുകാർ കൈകാര്യം ചെയ്യുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ടോ? പക്ഷേ സുസ്മിത ഒരു ദുഃഖപുത്രി ആയതുകൊണ്ടല്ലോ ആളുകൾക്ക് വലിയ സ്നേഹമായിരിക്കും. എന്നെ കണ്ട് ഗുരുവായൂർ അമ്പലത്തിലൊക്കെ വെച്ച് എല്ലാവർക്കും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടി വന്ന് ദേവി അല്ലെങ്കിൽ ഞാൻ ചെയ്ത ക്യാരക്ടർ വെച്ചിട്ട് ഓടി വന്ന് കെട്ടിപ്പിടിക്കും, ഉമ്മയൊക്കെ തരും. എല്ലാം കൂടെ നമ്മൾ കണക്കൂട്ടുമ്പോൾ എത്ര ഉമ്മ കിട്ടി കാണും? ഇപ്പം എണ്ണാൻ പറ്റില്ല. പക്ഷെ അമ്മമാരാണ് എണ്ണമറ്റ ഉമ്മകൾ ഏറ്റുവാങ്ങി ഇങ്ങനെ ഈ അഭിനേത്രി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. വയസ്സായ അമ്മമാരാട്ടാ ഉമ്മ. അല്ലാത്തവരെ സമ്മതിക്കരുത്. അത് ബ്രാക്കറ്റ് കേട്ടോ, സെൻസർ ചെയ്യേണ്ട കാര്യം അത്. ഓക്കെ. ഈ വൈഷ്ണവിയെ ഇങ്ങനെയുള്ള ആരാധകർ ചുറ്റും വളയാറുണ്ടോ? ഒരു പടി ദൂരെ നിൽക്കും. പ്രത്യേകിച്ച് ഞാൻ നമ്മുടെ ഓഫീസിലുള്ള
ചില സീനിയർ ആൾക്കാരോട് പറഞ്ഞ് ഈ കാല് പൊക്കിയുള്ള ആ ചവിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. കാര്യം എന്താ പറയാ, പെൺകുട്ടികളെ കണ്ട 1 കിലോമീറ്റർ മാറി നിൽക്കും ആൾക്കാർ അല്ലേ? തീർച്ചയായിട്ടും. ഇത് കണ്ടിട്ട് ആൾ എന്താ പറഞ്ഞത് വൈഷ്ണവിയോട്? ഇതിപ്പോ സാർ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ക്യാരക്ടറിന്റെ രീതിയിലല്ല അവരെന്റെ അടുത്ത് അഭിപ്രായങ്ങൾ പറയുന്നത്. വളരെ പോസിറ്റീവാണ്. അത് ഒരു നാട്ടിന് നന്മയ്ക്ക് നല്ലതാണ് അങ്ങനെയാണോ പറയുന്നത്? അതിന്റെ അല്ല, ഞാൻ ക്യാരക്ടറിന്റെ കാര്യം പറഞ്ഞത്. ക്യാരക്ടറിന്റെ കാര്യം. ഓക്കെ. ചവിട്ടിയതിനെ പറ്റി ആരും ഇതുവരെ ഒന്നും പറഞ്ഞില്ല. പക്ഷെ ക്യാരക്ടറിനെ പറ്റി വളരെ പോസിറ്റീവായിട്ട് അഭിപ്രായങ്ങൾ. കൂടുതലും അമ്മയുടെ ഫ്രണ്ട്സ് ആണ് അമ്മയുടെ ഫ്രണ്ട്സ് എന്താ പറഞ്ഞേ? വൈഷ്ണവ് നന്നായിരിക്കുന്നു വിളിച്ചു പറഞ്ഞു. നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ എല്ലാ ഭാവപ്രകടനങ്ങളൊക്കെ കാണുമ്പോഴേ ചില സിനിമയിലൊക്കെ കുഞ്ഞിക്കുനിലെ സായി ചെയ്തൊരു ക്യാരക്ടറുണ്ട് വാസു. ഈ വാസുവേട്ടൻ വരുന്ന ആൾക്കാർക്ക് ഭയങ്കര പേടിയാണ്. പാതിരയ്ക്കൊക്കെ വാതിലൊക്കെ ചവിട്ടി തുറന്ന് കയറി വരുന്ന സീൻസ് ഉണ്ട്. അതിലെ ചില അംശങ്ങളൊക്കെ ഈ മുഖത്ത് സ്ഫുരിക്കുന്നതായിട്ട് റിപ്പോർട്ടർ